യേശുക്രിസ്തു നിത്യജീവനായിക്കൊണ്ട് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ദൃഷ്ടാന്തത്തിനായി സകല ദീർഘക്ഷമയും എന്നിൽ കാണിക്കേണ്ടതിന് എനിക്ക് കരുണ ലഭിച്ചു. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ദൈവം എന്നോട് ദീർഘക്ഷമ കാണിച്ചു, ദൈവം എന്നോട് കരുണ കാണിച്ചു. എന്ത് കരുണയാണ് ദൈവം കാണിച്ചത്? തന്നിൽ വിശ്വസിക്കുന്ന ഏവർക്കും നിത്യജീവനുണ്ടെന്ന് ലോകത്തോട് വിളിച്ചു പറയുവാൻ പാപികളിൽ ഒന്നാമനായ എന്നോട് ദൈവം ക്ഷമിച്ചു, ദീർഘക്ഷമ കാണിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവം ദീർഘക്ഷമ കാണിക്കുകയാണ്. പൗലോസ് പറയുന്നു, എന്നോട് ദീർഘക്ഷമ കാണിച്ചു. അതെന്താണ് അങ്ങനെ പറയുന്നത്? പൗലോസ് പറഞ്ഞു, ഞാൻ മുൻപേ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമൊക്കെ ആയിരുന്നു, പാപികളിൽ ഞാൻ ഒന്നാമനായിരുന്നു. ദൈവം എന്നോട് ദീർഘക്ഷമ കാണിച്ചു. അങ്ങനെയാണ് എനിക്ക് നിത്യജീവൻ ലഭിച്ചത്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ എന്തിനാണ് വിളിച്ചതെന്നറിയാമോ? ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകുവാനാണ്. ദൈവം നിങ്ങൾക്ക് ദീർഘക്ഷമ എന്ന ദിവ്യ സ്വഭാവം നൽകുവാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെയാണ് അങ്ങനൊരു സ്വഭാവം നമുക്കുണ്ടാകുന്നത്? ദൈവത്തിൽ നിന്ന് അങ്ങനൊരു സ്വഭാവം വെളിപ്പെട്ടു വന്ന പശ്ചാത്തലം പഠിച്ചാൽ, ദൈവത്തോട് മറുതലിക്കുന്ന ഒരാൾ മുൻപിൽ വന്നപ്പോഴാണ് ദൈവത്തിൻ്റെ ദീർഘക്ഷമ പുറത്തു വന്നത്. ദൈവത്തെ ഉപദ്രവിക്കുന്ന, സഭയെ ഉപദ്രവിക്കുന്ന ഒരാൾ മുൻപിൽ വന്നപ്പോഴാണ് ദീർഘക്ഷമ വെളിപ്പെട്ടത്, ദിവ്യ സ്വഭാവം വെളിപ്പെട്ടത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടോ? നിങ്ങളെ ആരെങ്കിലും പീഡിപ്പിക്കുന്നുണ്ടോ? വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്തുന്നുണ്ടോ? നിങ്ങളെ ഇന്ന് പകൽക്കാലം ആരെങ്കിലും ശത്രുവിനെ പോലെ കാണുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, എന്തിനാണ് അങ്ങനെ ഒരാൾ മുൻപിൽ വന്നിരിക്കുന്നത്? നിങ്ങളുടെ അകത്ത് നിന്ന് ദീർഘക്ഷമ എന്ന ദിവ്യ സ്വഭാവം പുറത്തെടുക്കാൻ വേണ്ടിയാണ്. നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ ഒത്തിരി കരുതുന്ന ഒരാൾ നിങ്ങളുടെ മുൻപിൽ വന്നാൽ എങ്ങനെ ദീർഘക്ഷമ പുറത്തു വരും? ദീർഘക്ഷമ വരണമെങ്കിൽ നിങ്ങൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന, വേദനിപ്പിക്കുന്ന ഒരാൾ മുൻപിൽ വരണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ നിങ്ങൾ അറിയണം, നിങ്ങൾ കടന്നു പോകുന്ന ഈ സാഹചര്യം നന്മയ്ക്കാണ്. നിങ്ങളെ വേദനിപ്പിക്കുന്ന ചിലർ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്ന നന്മയ്ക്കാണ്. ഇതിൻ്റെ നടുവിൽ നിങ്ങൾ തകരുകയല്ല. നിങ്ങൾ ഉടയുന്നത് പോലെയൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ഇന്ന് പകൽ അറിയണം, നിങ്ങൾ ഉടയുമ്പോൾ തന്നെ നിങ്ങളുടെ അകത്ത് നിന്ന് ദിവ്യ സ്വഭാവം പുറത്തു വരികയാണ്. നിങ്ങൾ ദൈവത്തെ പോലെ ദീർഘക്ഷമയുള്ളവരായി മാറുകയാണ്. ഈ വേദന നന്മയ്ക്കാണ്, ഈ ഒറ്റപ്പെടൽ നന്മയ്ക്കാണ്, ഈ കഷ്ട നന്മയ്ക്കാണ്, ഈ നിന്ന നന്മയ്ക്കാണ്. ചില ദിവ്യ സ്വഭാവങ്ങൾ പുറത്തു വരാൻ പോകുന്നു. ദൈവത്തിന് സഭയെ ഉപദ്രവിച്ച മനുഷ്യനോട് ദീർഘക്ഷമ കാണിക്കുവാൻ കഴിഞ്ഞു. അതെ, നിങ്ങൾക്കും അത് കഴിയും. നിങ്ങൾക്കും ആ നല്ല ഗുണം, ആ നല്ല സ്വഭാവം ഉണ്ടാകും. നിങ്ങളുടെ അകത്തുണ്ട്. അത് പുറത്തെടുക്കാനാണ് ഈ വേദന. ദൈവവചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.